നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. ആദ്യമായി യോഗാ ദിനത്തിന് ആശംസകൾ നേരുന്നു. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് പൂർവ്വസൂരികൾ പകർന്നു നൽകിയ അറിവിൻ്റെ അമൃത ബിന്ദുക്കളാണ് യോഗാസനങ്ങൾ. പല ആസനമുറകളും നമ്മളിൽ അത്ഭുതപൂർവമായിട്ടുള്ള പരിവർത്തനങ്ങൾ നടത്താൻ പര്യാപ്തവുമാണ്. എന്നാൽ യോഗ എല്ലാവർക്കും അനുയോജ്യമാണോ? അവിടെയാണ് ജ്യോതിഷവും യോഗയും തമ്മിലുള്ള ബന്ധം. ജാതകത്തിൽ ബുധൻ എന്ന ഗ്രഹത്തിന് സ്വാധീനമുള്ളവരിലാണ് അല്ലെങ്കിൽ അവർക്കാണ് യോഗ പഠിക്കുന്നതിന് കൂടുതലായിട്ടുള്ള സാധ്യതകളുള്ളത്. യോഗ പഠിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും യോഗ ആചാര്യനായിട്ട് മാറുന്നതിനൊക്കെ ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ ബലം, ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം ആവശ്യമാണ്. ബുധൻ്റെ സ്വാധീനമില്ലാത്തവർക്ക് യോഗയിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രയോജനങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ്. ഒരുപാട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പല മാർഗങ്ങളുണ്ട്. അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലവും അവയുടെ സ്ഥാനവും ഒക്കെ അനുസരിച്ച് നിർണ്ണയിക്കുന്നതായിരിക്കും നല്ലത്. ബുധന് സ്വാധീനമില്ലാത്തവർ മറ്റ് മാർഗങ്ങൾ, മറ്റ് കായികമായിട്ടുള്ള മറ്റ് മാർഗങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഗുണപ്രദമായിട്ട് മാറുക. യോഗയ്ക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യോഗയെ ചിന്തിക്കുന്ന യോഗയിൽ നിന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ബുധൻ്റെ സ്വാധീനം അത്യാവശ്യമാണ് ജാതകത്തിൽ. അതാണ് യോഗയും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധം.